ശക്തമായ മഴയെ തുടർന്ന് ആലപ്പുഴ കുട്ടനാട് മങ്കൊമ്പ് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ട്, മണിമലയാർ പമ്പ നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതും തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതുമാണ് ദുരിതത്തിന് കാരണം. കുട്ടനാട് MLA തോമസ് കെ തോമസിനെതിരെ വ്യാപക പരാതികളാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഞങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും 6 മാസം അല്ലെങ്കിൽ 7 മാസം വെള്ളത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ പെരയ്ക്കകത്ത് വരെ വെള്ളം കയറുക എപ്പോഴും ഉള്ള എപ്പോഴും വെച്ചാൽ ഞങ്ങൾ 6 മാസം കുഞ്ഞുങ്ങളുമായിട്ടുള്ള പോക്ക്, ബാക്കി എല്ലാ മാസം കുഞ്ഞുങ്ങളുമായിട്ട് വീട്ടിലുള്ള ജീവിതമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പൊടി കുഞ്ഞുങ്ങളുണ്ട്, 1 വയസ്സ് ആകാതെ കുഞ്ഞുങ്ങൾ വരെ. ഞങ്ങളിപ്പം ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ ഞങ്ങൾ കാണിക്കാം കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നു. ഈ വെള്ളത്തിൽ എവിടോട്ട് പോകാൻ പറ്റും ഞങ്ങൾക്ക്? ഇപ്പം പെരയ്ക്കകത്ത് വരെ വെള്ളം, കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പം ജീവിക്കുന്ന ഒരു വളരെ ഒരു സഹായങ്ങൾ പോലും ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നില്ല. മങ്കൊമ്പ് ക്ഷേത്രത്തിനടുത്തെ പ്രദേശങ്ങളാണ് വെള്ളത്തിനടിയിലായത്. ചെറിയ മഴ പെയ്താലും വലിയ വെള്ളക്കെട്ടാണിവിടെ. മണിമലയാറും പമ്പയാറും കരകവിഞ്ഞൊഴുകിയാൽ ഇവരുടെ പ്രശ്നം ഇരട്ടിക്കും. തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതും പാടശേഖരത്തിലൂടെയുള്ള പുറംബണ്ട് നിർമ്മാണം നടക്കാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ 13, 14, 15 വാർഡുകളിലാണ് ദുരവസ്ഥ. പരിഹാരം ആവശ്യപ്പെട്ട് കുട്ടനാട് MLA തോമസ് കെ തോമസിന്റെ ഓഫീസും വീടും ഒരുപാട് തവണ കയറിയിറങ്ങി. MLA തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഒരു കുട്ടനാട് MLA ഉണ്ട്, ഈ പുള്ളി എവിടാണെന്ന് പോലും ജയിച്ചു പോയിട്ട് ഇന്ന് നാഴി വരെ ഈ കുട്ടനാട് കണ്ടിട്ടില്ല. ഇവിടെ കുട്ടനാട് എങ്ങനെ കഴിയുന്നെന്ന് പോലും ഈ പുള്ളി ഒന്നും അന്വേഷിക്കുന്നില്ല. ഈ പുള്ളി ഈ രാജി വെച്ചിട്ട് വേറെ ഏതെങ്കിലും പണിക്ക് പോകാൻ നോക്കണം. വെള്ളം കയറിയതിനാൽ പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ കഴിയാത്ത സാഹചര്യമാണ്. ആവശ്യ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയുന്നില്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നിടത്ത് കുടിവെള്ളം കിട്ടാക്കനി. കൃഷി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ 2 വാർഡും ഒരു 5 മാസത്തോളം ഈ ലെവലിൽ തന്നെ. ഇപ്പം ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും വീണ്ടും ഒരു മാസം അല്ലെങ്കിൽ ആകുന്നതിന് മുമ്പേ അടുത്ത വെള്ളം വന്നുകൊണ്ടിരിക്കും. വീടിനകത്ത് നല്ല ഒരു മുട്ടിന് താഴെ വെള്ളമാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. ഇതുപോലെ റോഡ് ചെയ്ത ഓരോ സ്ഥലങ്ങളാണ് അങ്ങോട്ടുള്ളത്. മങ്കൊമ്പിലോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. അതായത് അതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. ഇത്രത്തോളം ഉണ്ട് ഇപ്പോഴും വെള്ളം. ഇതിൽ മേളിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഒരു രക്ഷയില്ല, ജീവിക്കാൻ മാർഗമില്ല. ഇവിടെ വീടൊന്നും വെക്കാൻ യാതൊരു നിർവാഹമില്ല. ഇവിടെ പരാതികളേ ഉള്ളൂ, പക്ഷെ ഇതൊന്നും ഇവിടെ വില പോകുന്നില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും ആയില്ല, ഇനി കിടക്കാന്നുള്ളു. ഇത്ര വെള്ളം കാരണം അത്രയ്ക്കായില്ല. കാലം മാറിയിട്ടും കുട്ടനാടിന്റെ സങ്കടത്തിന് ഇനിയും അറുതിയായില്ല. ഒരു മഴ പെയ്താൽ ഇതുപോലെ മുട്ടറ്റം വെള്ളമാകുന്ന സ്ഥിതിയാണ് കുട്ടനാട്ടിലുള്ളതെന്ന് ഇവിടെയുള്ള MLAക്കും ജനപ്രതിനിധികൾക്കും അടക്കം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ നിന്നും വ്യക്തമാകുന്നത്. ബണ്ട് നിർമ്മാണത്തിലടക്കം ഒരിടപെടലും ഉണ്ടാകാത്ത MLA എന്തിനാണെന്നും ഇവർ ചോദിക്കുന്നു. കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24.